പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത, തീർച്ചയായും ഒരു മത സ്പർദ്ധ വരുത്തുന്ന ഇത്തരമൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു പ്രധാനമന്ത്രി പറയുന്നു, കോൺഗ്രസിൽ അധികാരത്തിൽ വന്നാൽ ആ രാജ്യത്തിലെ സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് വീതം വെച്ച് നൽകുമെന്ന്. തീർച്ചയായും ഒരിക്കലും ഇത്തരം പ്രസ്താവനകൾ ഒരു പ്രധാനമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതായിരുന്നു. എന്താണ് ഈ പ്രസ്താവനയുടെ പ്രശ്നം? എത്രമാത്രം തീവ്രത ഈ പ്രസ്താവനയിലുണ്ട് എന്നുള്ളതെല്ലാം നാം ഉൾക്കൊള്ളേണ്ടതാണ്. ഒരു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ താങ്കൾ തോൽക്കുമെന്നുള്ള ഒരു ഭാവന മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രസ്താവനയല്ല ഇത്. കാരണം ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും ജനാധിപത്യ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മതേതര രാജ്യം. ഈ രാജ്യത്ത് ഒട്ടനവധി മതവിശ്വാസികൾ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്ത് എല്ലാവിധ മതവിഭാഗങ്ങളും ജീവിക്കുന്നതോടൊപ്പം പല ഭാഷകൾ സംസാരിക്കുന്നു. അത്തരത്തിലുള്ള ഈ രാജ്യത്ത് ഇത്രമാത്രം ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വേണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് മോദിയോട് പറയാനുള്ളത്. കാരണം ഒരിക്കലും ഇതിൻ്റെ പേരിൽ മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. കാരണം എന്താണ്? ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന സുന്ദരമായ ജനാധിപത്യപരമായ മതേതരപരമായ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയായിരുന്നു ഇതെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞു വെക്കാം. പിന്നെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ആകെ പെറ്റുകൂട്ടുന്നവരാണ് എന്നാണ്. എന്താണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളോട് നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പ്രസവിക്കുന്നവർ തന്നെയാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാ മതക്കാരും പ്രസവിക്കുന്നവർ തന്നെയാണ്. ആരും പ്രസവിക്കരുതെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ മക്കളുണ്ടാകരുതെന്നോ ചിന്തിക്കുന്നവരല്ല. മറിച്ച് ഓരോ പൗരനും ഇനിയും തൻ്റെ തലമുറ ഇവിടെ ജീവിക്കണമെന്ന് കരുതുന്നവരാണ്. ആ ഒരു സമയത്താണ്, അങ്ങനെയൊരു സന്ദർഭത്തിലാണ് മോദി ഇത്തരത്തിലുള്ള ചില ഇടിത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. കാരണം എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരിക്കലും പറയരുതെന്ന് തന്നെ നമുക്കിതിനെ അടിവരയിട്ട് പറയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന വേളയിൽ തങ്ങളുടെ പാർട്ടി തോൽക്കുമെന്ന് വന്നപ്പോൾ, എവിടെയും ഇനിയൊരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന കൊണ്ടുവന്നതാണ്. നമുക്ക് എല്ലാവർക്കും അത് ആ പ്രസ്താവന കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അജണ്ടകളിൽ എത്രമാത്രം തീവ്രതകൾ ഉണ്ട് എന്നുള്ളതാണ്. കൃത്യമായി നാം അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വരേണ്ട ഒന്നല്ല ഇത്. അതിന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിലേക്ക് പലരും ചുവന്നു കയറാൻ വന്നപ്പോൾ, ഈ രാജ്യത്തെ പിടിച്ചെടുക്കാൻ പലരും വന്നപ്പോൾ അവരുടെ ഒപ്പം നിന്ന ചരിത്രം ഈ രാജ്യത്തിലെ മുസ്ലിമീങ്ങൾക്കില്ല. മറിച്ച് അവരോടെല്ലാം പൊരുതിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന് വേണ്ടി ഇസ്ലാം മതവിശ്വാസികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ രാജ്യത്തെ ഫ്രഞ്ചുകാരും ഡച്ചുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും ഒരുപാട് ആളുകൾ ഈ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവരുടെ കൂടെ നിന്ന ചരിത്രം ഈ ഇസ്ലാം മതവിശ്വാസികൾക്കില്ല. മറിച്ച് അവരോടെല്ലാം പൊരുതിയ ചരിത്രമാണ് ഈ മതവിശ്വാസികൾക്കുള്ളത്. ഇന്ത്യയിലെ എല്ലാവിധ മതവിശ്വാസികൾക്കും അങ്ങനെ തന്നെയായിരുന്നു. മറിച്ച് ഈ രാജ്യത്തിൻ്റെ ഒറ്റുകാരെന്ന് നാം വിളിക്കുന്ന സംഘപരിവാറാണ് ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളുമായി വരുന്നത്. ഈ അവസാന ഘട്ടത്തിൽ ഇത് വേണ്ടായിരുന്നു എന്നാണ് വീണ്ടും വീണ്ടും ഈ പ്രസ്താവനയോട് എനിക്ക് പറയാനുള്ളത്.